തിരുമല അനിൽ എന്ന തലസ്ഥാനത്തെ ബി.ജെ.പി. കൗൺസിലർ ആത്മഹത്യക്ക് മുന്നോടിയായിട്ട് ഒരു നിക്ഷേപകയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. മനുഷ്യനായിട്ടുള്ളവർക്ക് അത് കേൾക്കുകയാണെങ്കിൽ ഹൃദയം തകർന്നു പോകും. പക്ഷെ ആ അവസ്ഥയിൽ എത്തിയിട്ടും ഒരു സഹപ്രവർത്തകനെ നിർദ്ദയം കൈയൊഴിഞ്ഞ കേരളത്തിലെ കൊള്ളക്കാരായിട്ടുള്ള ബി.ജെ.പിക്കാരെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കന്മാരെ തിരിച്ചറിയാനുള്ള ഒരു അവസരമുണ്ട്. ആ നിക്ഷേപകയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന വാചകങ്ങൾ കേട്ടാൽ കരള് പറഞ്ഞു പോകും. കാര്യം അത്രയും ദയനീയാവസ്ഥ കേട്ടിട്ടും പണം തട്ടിച്ച വെട്ടിച്ച ബി.ജെ.പി. നേതാക്കന്മാർക്ക് അദ്ദേഹത്തോട് ഒരംശം പോലും മനസാക്ഷി തോന്നിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവരൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആ ശബ്ദരേഖ കേട്ടിട്ട് തീരുമാനിക്കണം. പറഞ്ഞു കേട്ടാ. ഞാൻ ഇന്നിപ്പോ നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരെയും ഞാൻ ഒന്ന് വിളിച്ചു. പക്ഷെ ആരും വന്നില്ല ഇന്ന്. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം. നമ്മെ കൊണ്ടൊന്ന് ആയിട്ടൊന്ന് സംസാരിപ്പിക്കണം. എന്നെ അവരെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. ഇവരും ആവശ്യക്കാരാണ്, കാശിന് ആവശ്യക്കാരാണ്. ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇപ്പതാ കുറച്ചു മുന്നേ പോയി, അമ്മയ്ക്ക് കാല് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 50,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നു. അപ്പൊ നാളെ അമ്മയെ എന്തായാലും കൊണ്ട് എസ്കേപ്പ് പോകണം. ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ എനിക്ക് എന്തായാലും കാശ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ എസ്കേയിൽ പോണതിന് മുന്നേ ആയിട്ട് ഒന്ന് സി എ അടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതും കൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ? അപ്പൊ അമ്മ ഒന്ന് സി എ കണ്ട് സംസാരിക്കട്ടെ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോ അവര് സി എ വിളിപ്പിക്കുമല്ലോ. നിന്റെ ആ ഇടപെടലും സംസാരമൊക്കെ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി. ചേട്ടാ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം, മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഞാൻ ശ്രീമാരമോഹനടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അനുശേന്റെ ഒറ്റ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത്. ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി സി എ എടുത്ത് സംസാരിക്കുമ്പോൾ സി എ വിളിച്ചോളൂ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. മക്കളെന്തായാലും അമ്മ രാവിലെ ഒന്ന് സി എ വിളിപ്പിക്കണം. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നീ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഒന്ന് വിളിപ്പിക്കണം. ഓക്കെ രാവിലെ വിളിക്കാം. ശരിയാക്കാം. ശരി. ഈ അച്ഛൻ ഉപയോഗിക്കുന്ന ഡയപ്പർ എന്ത് മീഡിയം സൈസ് ആണോ ലാർജ് ആണോ ഏതാണ്? അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ. അതിനല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. വേറൊരു കമ്പനിയില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ച സൈസ് ചോദിച്ചത് ഒന്നും വേണ്ട ചേട്ടാ. മക്കൾ എങ്ങനെ എന്നെ കാണാതെ മക്കളത് അല്ല അങ്ങനെയല്ല ചേട്ടാ. ഡയപ്പർ എല്ലാം ഞാൻ ഓൾറെഡി മേടിച്ച് വച്ചിരിക്കുന്നു. അതല്ല മക്കൾ ഏതാണ് മീഡിയം ആണോ? ഇല്ല ചേട്ടാ, ഇല്ല അതൊന്നും വേണ്ട ചേട്ടാ. അങ്ങനെയുള്ള കാര്യം ചേട്ടാ വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, വേറൊന്നും കൊണ്ടല്ല. കാരണം ഡയപ്പർ സത്യമായിട്ട് എന്റെ 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മേടിച്ച് വച്ചിരിക്കുന്നു. കേട്ടില്ലേ? ആ നിക്ഷേപക കാണിച്ച മനസാക്ഷി ഉണ്ടല്ലോ, ആ മനസാക്ഷി പോലും കാട്ടാത്തവരാണ് ബി.ജെ.പിയിലെ വനിതാ കൗൺസിലർമാരും ബി.ജെ.പി. നേതാക്കന്മാരുമാണെന്ന് നിങ്ങൾക്കിപ്പോ ബോധ്യപ്പെടുന്നില്ലേ? കൊണ്ടുപോയ പൈസ, അതായത് അനിച്ചേട്ട എന്ന പേരിൽ അദ്ദേഹത്തെ സോപ്പിട്ട് കുപ്പിയിലിറക്കി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തൊക്കെ മാക്സിമം പണം ഊറ്റിയെടുത്തതിന് ശേഷം പിന്നീട് വിളിച്ചാ ഫോൺ എടുക്കില്ല, ആ വഴി പോകില്ല. പണം നിക്ഷേപിച്ചവർക്ക് അത് തിരിച്ചു വരേണ്ട സമയമെത്തിയപ്പോൾ ഒടുവിൽ കൂടെ നിന്ന് കാലുവാരിയവന്മാർ മുങ്ങി. അപ്പോ ഒരു നിക്ഷേപകയോട് തന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എത്ര വൈഷമ്യത്തോടെ പറയുന്ന വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത്. മനുഷ്യനായിട്ടുള്ളവർ, അല്ലെങ്കിൽ കൂടെ നിന്ന് പറ്റിച്ചവൻ മനുഷ്യനായിരുന്നെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഉള്ളതെങ്കിൽ ഉള്ളത് അദ്ദേഹത്തെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് പണം തിരിച്ചു കൊണ്ട് കൊടുത്തേനെ. അവൻ ചാവണമെങ്കിൽ ചാവട്ട്, അവനെ കൊണ്ട് ഇനി നമുക്ക് ഗുണമില്ല എന്ന മനോഭാവമുള്ളവരാണ്
തലസ്ഥാനത്തെയും ഒപ്പം തന്നെ കേരളത്തിലെ BJP നേതാക്കന്മാരെന്ന് തെളിയിക്കുന്നതാണ് ഈ ശബ്ദരേഖ. പോലീസിന്റെ സഹായം തേടാം, ചേട്ടൻ മാത്രം എന്തിന് ഈ കഷ്ടപ്പെടുന്നത്, അവന്മാരെല്ലാം കൂടി നിന്നല്ലേ ഇത് അടിച്ചുകൊണ്ട് പോയിട്ട് ചേട്ടൻ മാത്രം എന്തിന് ഇരയാകുന്നത്. അതായത് മുന്നിൽ നിർത്തി ഒരു മനുഷ്യനെ ഇരയാക്കി കൊലക്കയറിൽ തൂക്കിയതാണെന്നുള്ളതിന്റെ തെളിവല്ലേ നിങ്ങൾ ഈ കേൾക്കുന്നത്. ഒരു മനുഷ്യൻ ഒടുങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് സംസാരിച്ച് സ്വയം ഒടുങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പോലും 10,000 രൂപ അദ്ദേഹം തന്റെ സംസ്കാര ചടങ്ങിന് മാറ്റിവെക്കുന്നുണ്ട്. കാര്യം കൂടെ നിന്നവന്മാരെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും അത്രമാത്രം വെറുത്തതിന് ശേഷമാണ് ആ കൊലക്കയറിലേക്ക് അദ്ദേഹം കഴുത്ത് നീട്ടുന്നത്. അത്രമാത്രം ദ്രോഹിച്ചവർ, അത്രമാത്രം വഞ്ചിച്ചവർ ഇന്നിപ്പോ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ഇവരുടെയൊക്കെ കൈവശമുള്ളത് അല്ലെങ്കിൽ മുഖം മിനുക്കി നടക്കുന്നത് ചിലരുടെയൊക്കെ കണ്ണീര് വീണ പണം കൊണ്ടാണെന്ന് നാട് തിരിച്ചറിയേണ്ടതുണ്ട്. തിരുമല അനിലിന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് കാലുവാരിയ മനുഷ്യത്വമില്ലാത്ത ഈ ദ്രോഹികളെ ഒന്നിനെയും വോട്ടിട്ട് വിജയിപ്പിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് അന്തസ്സുള്ള BJP-ക്കാർ കൈക്കൊള്ളേണ്ടത്. നിങ്ങൾ ആ ദൃശ്യങ്ങളിലൊക്കെ ഒന്ന് നോക്കിയേ, എത്ര മനോഹരമായിട്ട് വന്ന് നിന്നിട്ടാണ് ഒരുത്തനെ പറ്റിച്ച് കിടത്തിയതിനു ശേഷം പോയി റീത്ത് വെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തതെന്ന്. മനസാക്ഷിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരാൾക്കൂട്ടമാണ്. പണത്തിന് വേണ്ടി ചെന്നായ മനോഭാവവുമായി നടക്കുന്നവരാണ് BJP-ക്കാരെന്ന് ഇപ്പോ പെരിങ്ങമല സർവീസ് സഹകരണ ബാങ്കിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അനിലിന്റെ സൊസൈറ്റി തകർത്ത് അതിലെ പണം അടിച്ചു കൊണ്ടുപോയ BJP നേതാക്കന്മാരിലൂടെയെല്ലാം തെളിയുന്നത് ആ നിക്ഷേപകരും വഴിയാധാരമായി. അനിലിന് പിന്നാലെ പലരും ഇപ്പോ ആത്മഹത്യയുടെ വക്കിലാണ്. അവരെ പോലും ഈ തട്ടിപ്പ് നടത്തിയവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇവരെല്ലാം കൊള്ളക്കാരാണ്. കൂടെ നിന്ന മനുഷ്യനെ ഇത്രമാത്രം ഒറ്റി ഈ അവസ്ഥയിൽ എത്തിയിട്ടും ഇത് കേൾക്കാതെയോ അദ്ദേഹത്തെ പിടിച്ചു നിർത്താതെയോ പോയി ചാവുന്നെങ്കിൽ ചാകട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കൂ, ഇവരൊക്കെ ഇനിയും ഈ കപട രാഷ്ട്രീയവുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പോകണമോ വേണ്ടേ എന്നുള്ള കാര്യം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അനിലിന്റെ ആത്മാവിനോട് ചെയ്യുന്ന നീതികേടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.